ഒഡീഷയിലെ സമുദായ വിലക്ക് മറികടന്ന് വിവാഹം ചെയ്ത ദമ്പതികളോട് ക്രൂരത എന്നുള്ളത്. ഇരുവരെയും കാളകളെ പോലെ കലപ്പയിൽ കെട്ടി നിലം ഉഴുതുമറിക്കുകയായിരുന്നു. റായ്ഗഡിൽ നടന്ന ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. മരത്തിന്റെ കലപ്പയിൽ ഇരുവരെയും കെട്ടി വയലിലൂടെ വലിച്ചിഴക്കുകയും വടികൊണ്ട് മർദ്ദിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. ലിജോ, ഒരു മരത്തിന്റെ കലപ്പയിൽ രണ്ടുപേരെ കെട്ടി വയലിലൂടെ വലിച്ചിഴയ്ക്കുന്നു, അവരെ വടികൊണ്ട് മർദ്ദിക്കുന്നു. എന്താണ് ഈ ഒരു പ്രാകൃത ആചാരം? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇത് റായ്ഗഡിന് അടുത്തുള്ള കാഞ്ചാമാജ്ര എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ്. അവിടെ പ്രാദേശികമായി തന്നെ ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിക്കുന്നത് ആചാരപ്രകാരം തെറ്റാണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ യുവാവും യുവതിയും, യുവതിയുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് യുവാവ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ തന്നെ മുറച്ചെറുക്കനും മുറപ്പെണ്ണുമാണ്. അവർ പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് വലിയ തരത്തിലൊരു പ്രശ്നമായി ആ ഗ്രാമത്തിൽ ആ വിഷയം മാറുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് അവരെ കലപ്പ കെട്ടി അവരെ നിലം ഒഴിക്കുന്ന കാളകളെ പോലെ അവരെ നടത്തിക്കുന്നത് കാണാം. പുറത്ത് വലിയ വടി കൊണ്ട് അടിക്കുന്നത് കാണാം. ആ വടി വേദന കൊണ്ട് അവർ പുളയുന്നത് കാണാം. അതിനിടയിൽ പ്രായമായ സ്ത്രീകൾ വന്ന് അവരെ അടിക്കുന്നുണ്ട്, വടികൾ കൊണ്ട് അടിക്കുന്നുണ്ട്. ആചാരപ്രകാരം അവരെ ഭ്രഷ്ട് കൽപ്പിക്കുന്ന തരത്തിൽ അവരുടെ തലയിൽ മൺകുടത്തിൽ വെള്ളമൊഴിച്ച് അവരെ ഭ്രഷ്ട് കൽപ്പിച്ച് ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് ചെയ്തത്. അവരെ ചാട്ടവാറ അടിച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് പ്രാദേശികമായ ആചാരപ്രകാരം അവിടെ ഒരേ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ രക്തബന്ധുക്കളായ ആളുകൾ വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ വിവാഹം കഴിച്ച രണ്ടാളുകളെ ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് ചെയ്തത്. ഈ യുവാവിൻ്റെയും യുവതിയുടെയും കുടുംബത്തിനും ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രാകൃതമായ ഒരു അനാചാരം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള കാര്യം. രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലായി വിവാഹം കഴിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെ അവിടെ നിന്ന് നമ്മൾ ഈ പണ്ട് സിനിമകളിലൊക്കെ മാത്രമേ ഇങ്ങനെ കണ്ടുള്ളൂ. ഒരു നാട് ഒരു കാര്യം പ്രഖ്യാപിക്കുന്നു, അതിന് വിരുദ്ധമായി ആരെങ്കിലുമൊക്കെ പ്രവചിച്ചാൽ ഒരു നാട്ടുകൂട്ടം കൂടുകയും ആ നാട്ടുകൂട്ടം കൽപ്പിക്കുന്ന ശിക്ഷ അനുഭവിക്കുകയും വേണം. പിന്നീട് ഇവരെ നാട് കടത്തുന്നൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെയുള്ള പ്രാകൃതമായ ആചാരങ്ങളൊക്കെ ഇക്കാലത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്.